മലബാർ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പാർട്ട് 5 ജോയിന്റ് ഡിസ്ട്രിബ്യൂഷന്റെ പാർട്ട് 5 ആണ് ഞാനിവിടെ അടുത്ത ഉദാഹരണമായി എടുക്കുന്നത്. ഇതിൽ ലെറ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് ദി റാൻഡം വേരിയബിൾ എക്സ് ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ -1 1 and y equal to x square. Show that x and y are uncorrelated but they are dependent. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. നമുക്കറിയാം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 1/b - a ലെസ് ദാൻ x ലെസ് ദാൻ b. അവിടെ -1 1 എന്ന് കൊടുത്താൽ 1 - -1 b എന്ന് പറഞ്ഞാൽ -1 a എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 1 - of -1 1/2 എന്ന് കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. -1 1 എന്നുള്ള ഇന്റർവെലിനകത്ത് 1/2 എന്ന് കിട്ടും, ഈക്വൽ ടു 0 അതർവൈസ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ അൺകോറിലേറ്റഡ് എന്നാണ്. അൺകോറിലേറ്റഡ് പറഞ്ഞാൽ കോൺവേരിയൻസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. പിന്നെ അത് ഡിപ്പെൻഡന്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. y ഈക്വൽ ടു x സ്ക്വയർ പറഞ്ഞാൽ y ഈസ് ഡിപ്പെൻഡിങ് ഓൺ x എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ആദ്യമായി e ഓഫ് എക്സ് കാണണം. നമുക്കറിയാം കോവേരിയൻസ് ഈക്വൽ ടു e ഓഫ് എക്സ് വൈ മൈനസ് e ഓഫ് എക്സ് ഇൻറ്റു e ഓഫ് വൈ ആണ്. അപ്പോൾ ഈ മൂന്നെണ്ണം കാണണം. e ഓഫ് എക്സ്, e ഓഫ് വൈ, e ഓഫ് എക്സ് വൈ മൂന്നെണ്ണം കാണണം. e ഓഫ് എക്സ് വൈ മീൻസ് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ്, സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ e ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 x f of x dx. അപ്പൊ എക്സിനെ എഫ് ഓഫ് എക്സിനെ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/2 into x square by 2. അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 സ്ക്വയർ പറഞ്ഞ 1 ആണ്. -1 സ്ക്വയർ 1 ആണ്, അതും 1 ആണ്. അപ്പൊ 1 - 1 പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ദിസ് ആൻസർ ഈക്വൽ ടു 0. ഇനി e ഓഫ് y എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് e ഓഫ് y ഈക്വൽ ടു e ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് dx. ഇനി എക്സ് സ്ക്വയറിനെ -1/2 to എക്സ് സ്ക്വയർ 1/2 dx എന്നാണ് ഇവിടെ വരുന്നത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x³ 3 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ 1³ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി -1³ പറഞ്ഞാൽ -1 ആണ്. അപ്പൊ 1 - -1 എന്ന് പറഞ്ഞാൽ 1 + 1 പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് അപ്പൊ ആൻസർ ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. ആ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇവിടെ ക്വസ്റ്റനിൽ കാണുന്ന 1/3. അടുത്ത e ഓഫ് എക്സ് വൈ എന്താണെന്നാണ്. e ഓഫ് എക്സ് വൈ e ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. കാരണം y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് y യുടെ സ്ഥാനത്ത് x സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ e ഓഫ് x³ കിട്ടി. e ഓഫ് x³ പറഞ്ഞാൽ x³ f ഓഫ് x dx ആണ്. ഈ x³ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. x³ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/2 പുറത്തേക്ക് എടുത്ത് x³ ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁴/4 എന്ന് കിട്ടും. ഇനി അപ്പർ ലിമിറ്റ് 1 കൊടുത്ത് അപ്പോൾ 1⁴ പറഞ്ഞാൽ 1, -1⁴ പറഞ്ഞാൽ അതും 1. അപ്പോൾ 1 - 1 പറഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ ഇത് 0 ആയതുകൊണ്ട് ഇത് മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ e ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ therefore we get covariance of xy ഈക്വൽ ടു e ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതിൽ ഒരെണ്ണം 0 ആയതുകൊണ്ട് e ഓഫ് എക്സ് ഇൻറ്റു e ഓഫ് വൈ ഈക്വൽ ടു അതും 0 ആയിപ്പോയി. അപ്പോൾ ഹെൻസ് എക്സ് ആൻഡ് വൈ ആർ അൺകോറിലേറ്റഡ്. ഇത് കോവേരിയൻസ് 0 ആണെങ്കിൽ നമ്മൾ അൺകോറിലേറ്റഡ് എന്ന് പറയും. ബട്ട് ദേ ആർ ഇൻഡിപെൻഡന്റ് ആണ്, കാരണം y ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ് സ്ക്വയർ. ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. പിന്നെ എഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് വൈ തന്നിട്ടുണ്ട്. എഫ് എക്സ് എക്സ് പറഞ്ഞാൽ 4ax, എഫ് എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ 4by. ഇതിന്റെ രണ്ടിന്റെ ലിമിറ്റ് 0 to 1 ആണ്. നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? u ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, v ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആർ അൺകോറിലേറ്റഡ് എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കോവേരിയൻസ് 0 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ PDF ആണെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം സിഗ്മ എക്സ് എഫ് എക്സ് എക്സ് dx ഈക്വൽ ടു 1 എന്നാണ്. എഫ് എക്സ് എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4ax എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ 4ax-നെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് 4ax വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൽ 4a പുറത്തേക്ക് എടുത്ത് എക്സിന്റെ ഇന്റഗ്രൽ x²/2 0 to 1 ആണ് ലിമിറ്റ് വരുന്നത്, ഈക്വൽ ടു 1. x²/2 ന്റെ അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1 - 0/2 ഈക്വൽ ടു 1. 4/2a ഈക്വൽ ടു 1 കിട്ടും. ഇതിൽ നിന്ന് ഇത് 2a ഈക്വൽ ടു 1, a ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ അപ്പൊ നമുക്ക് എഫ് എക്സ് എക്സ് ഈക്വൽ ടു വീണ്ടും കിട്ടുന്നത് 4ax എന്നാണ്. അപ്പൊ 4 × 1/2 a ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് 1/2 × x ഈക്വൽ ടു 2x എന്ന് കിട്ടും. അതാണ് ഇവിടെ എഫ് എക്സ് എക്സ് ഈക്വൽ ടു 2x എന്ന് എഴുതാൻ കാരണം 0 to 1 തന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ എഫ് വൈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയും 1/2 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ 2 × 1/2 × y എന്ന് പറഞ്ഞാൽ 2y 0 to 1. ഇതേപോലെ തന്നെയാണ് a എന്നുള്ളതിന് പകരം ഇവിടെ b ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. ഇനി എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ്. ഇനി e ഓഫ് എക്സ് എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. അടുത്തത് e ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് എഫ് എക്സ് എക്സ് dx എന്നാണ്. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് 2x എന്നുള്ളത്. അപ്പൊ ഇനി 2 × x³ എന്ന് വരും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x³ ലിമിറ്റ് ഇവിടെ 0 to 1 ആണ് എക്സിന്റെ വരുന്നത്. അപ്പൊ 2/3 × 1 - 0 വിച്ച് ഈസ് ഈക്വൽ ടു 2/3. ഇതേപോലെ തന്നെ e ഓഫ് വൈയും നമുക്ക് കിട്ടും. e ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ y എഫ് വൈ വൈ dy. ഇവിടെ എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട് 2y, അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ y³ 3.
അപ്പോൾ അതിന്റെ അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0, ഇതും 2/3. അപ്പോൾ രണ്ടും 2/3 എന്ന് കിട്ടും. ഇ ഓഫ് എക്സും ഇ ഓഫ് വൈയും നമുക്ക് 2/3 എന്ന് കിട്ടി. പിന്നെ ഇനി നമുക്ക് തന്നിട്ടുണ്ട് യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, വി ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അപ്പൊ ഇ ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ ആണ്. നമ്മൾ നേരത്തെ തിയറം കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കേസ് വരുന്നത്. വി ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഇ ഓഫ് വി ഈക്വൽ ടു ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് വൈ ആണ്. ഇ ഓഫ് എക്സും ഇ ഓഫ് വൈ ഇപ്പൊ നമ്മൾ കണ്ട് 2/3 ആണെന്നത്. അപ്പൊ 2/3 മൈനസ് 2/3 ഈക്വൽ ടു 0. ഇനി ഇ ഓഫ് യു വി ഈക്വൽ ടു, പിന്നെ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് നമുക്ക് കാണാണ്ട്, ഇ ഓഫ് വൈ സ്ക്വയർ എന്താണെന്ന് നമുക്ക് കാണാണ്ട്. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, അതിന്റെ അർത്ഥം ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ 2x എക്സ് സ്ക്വയർ എഫ് എക്സ് എക്സ് ഡി എക്സ് ആണ്. എഫ് എക്സ് എക്സ് പറഞ്ഞാൽ 2x. ഇനി ഇത് എക്സ് ക്യൂബ് ആണ്. 2 പുറത്തേക്ക് എടുത്ത് എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് റേസ് ടു 4/4. അപ്പർ ലിമിറ്റ് 1 മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പൊ 2/4 × 1 പറഞ്ഞാൽ 2/4 1/2. ഇതേപോലെ തന്നെ വൈ സ്ക്വയർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/2 എന്ന് കിട്ടും. ഇതേ മെത്തേഡ് തന്നെയാണ് അതും ചെയ്യാനുള്ളത്. ഇ ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 to 1 വൈ സ്ക്വയർ 2y dy. ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതും 1/2. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയറും ഇ ഓഫ് വൈ സ്ക്വയറും 1/2 എന്ന് കിട്ടിയത് കൊണ്ട് ഇ ഓഫ് പിന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആയി മാറും. അപ്പൊ ഇനി ഇ ഓഫ് യു വി എന്താന്ന് നമുക്ക് കാണാം. ഇ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ഇ ഓഫ് യു ഇൻറ്റു വി ആണല്ലോ. യു പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ, വി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അതിപ്പോ നമ്മൾ കണ്ടു 1/2 ആണ് രണ്ട് ആൻസർ എന്നുള്ളത്. 1/2 മൈനസ് 1/2 ഈക്വൽ ടു 0. ഇനി നമുക്ക് കാണാം therefore കോവേരിയൻസ് ഈക്വൽ ടു ഇ ഓഫ് യു വി ഈക്വൽ ടു 0 ആയതുകൊണ്ട്, പിന്നെ ഇ ഓഫ് യു ഇൻറ്റു ഇ ഓഫ് വി ഇവിടെ 0 ആയതുകൊണ്ട് ഇതെന്തായി മാറി 0 ആയി. ഹെൻസ് ദേ ആർ അൺകോറിലേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത പ്രോബ്ലം, ദ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x പ്ലസ് 3y, എക്സ് ഇൻ ബിറ്റ്വീൻ 0, 1, y ഇൻ ബിറ്റ്വീൻ 0, 1, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു 0 അതർവൈസ്. അപ്പൊ നമുക്കിവിടെ കാണാനുള്ളത് ഒന്നാമത്തത് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എക്സ് കാണണം. അതുപോലെ പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 1/2 കാണണം, കോവേരിയൻസ് കാണണം. ഈ മൂന്നെണ്ണമാണ് കാണുള്ളത്. അപ്പൊ ആദ്യം ഒന്നാമത്തതായി മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് എക്സ് എക്സ് കണ്ട് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ വൈ, വൈയുടെ ഇന്റർവൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത്, എഫ് എഫ് എക്സ് വൈ ഡി വൈ. ഇനി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ വൈയുടെ ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഇത് 3 പുറത്തേക്ക് എടുത്തതാണ്. 3 × എക്സ് പ്ലസ് വൈ ഡി വൈ എന്ന് വരും. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അതിവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 3 × എക്സ് പ്ലസ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്തേണ്ടത്. അപ്പൊ ഇവിടെ വൈ ഇല്ലാത്തതുകൊണ്ട് 3 വൈയുടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3xy വെറും കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. 3xy എന്ന് കിട്ടും. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ y²/2. അപ്പർ ലിമിറ്റ് 1 മൈനസ് എക്സ് കൊടുത്ത് 0 കൊടുക്കേണ്ട ആവശ്യമില്ല, 0 ആയതുകൊണ്ട്. അപ്പൊ വൈയുടെ സ്ഥാനത്ത് ഇവിടെ 1 മൈനസ് എക്സ്, ഇവിടെ y² സ്ഥാനത്ത് 1 മൈനസ് എക്സ് y²/2. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ 3 ഇവിടെ തന്നെ ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് എക്സ്, എക്സ് മൈനസ് എക്സ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2. ഇനി ഇവിടെ രണ്ടിടത്ത് ഞാൻ 2 ആഡ് ചെയ്ത്, അപ്പൊ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പൊ ഇത് മൊത്തം ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പൊ 2x മൈനസ് 2x സ്ക്വയർ ഇതൊക്കെ അതേപോലെ തന്നെ എഴുതി. ഇനി ഈ 2xും മൈനസ് 2xും ക്യാൻസൽ ചെയ്ത്, പിന്നെ മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ബാക്കിയുള്ളത് 1 ആണ്. അപ്പൊ 1 മൈനസ് എക്സ് സ്ക്വയർ, അപ്പൊ 3/2 × 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ 3/2 × 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരുന്നത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 1/2 എന്താന്നുള്ളതാണ്. അപ്പോ എക്സിന്റെ റേഞ്ച് ഇവിടെ മാക്സിമം 1/2 വരെ വരാൻ പാടും. എക്സിന്റെ ലിമിറ്റ് ആണെങ്കിൽ 1 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് 0 to 1/2 വരെ എഴുതാൻ പാടൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ മാക്സിമം ലെസ് ദാൻ 1/2 പറഞ്ഞാൽ 1/2 വരെ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ എക്സ് ഈക്വൽ ടു 0 to 1/2 എന്ന് എഴുതാൻ പാടൂ. ഇനി വൈയുടെ ലിമിറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ വൈ ഈക്വൽ ടു 1/2 മൈനസ് എക്സ്, ഇവിടെ 1/2 മൈനസ് എക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്കിൽ 1/2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ മൈനസ് എക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആഡ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ, ഇനി നമ്മൾ എന്ത് ചെയ്ത് എഫ് എക്സ് വൈക്ക് 3 × എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് എന്ന് കിട്ടി. ഇനി ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അടുത്തതായി കാണിക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് ഈക്വൽ ടു 0 to 1/2 എന്ന് എഴുതി, വൈ ഈക്വൽ ടു 0 to 1/2 മൈനസ് എക്സ് എന്ന് എഴുതി. ഇതിൽ ഇത് ഇതുപോലെ തന്നെ എഴുതി ഡി വൈ ഡി എക്സ്. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആദ്യം വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത്, അപ്പോ എക്സ് ഈക്വൽ ടു 0 to 1/2 തന്നെ വരും. വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വൈ ആഡ് ചെയ്ത് കൊടുത്ത് വൈയുടെ ഇന്റഗ്രൽ y²/2 ലിമിറ്റ് 1/2 മൈനസ് എക്സ്. ഇനി ഈ വൈ കാണുന്നിടത്തൊക്കെ 1/2 മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സ് ഇൻറ്റു 1/2 മൈനസ് എക്സ് എന്ന് വരും.
ഇത് 1/2 മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2. 0 കൊടുക്കണം എന്നില്ല, ലോവർ ലിമിറ്റിൽ 0 ആയതുകൊണ്ട്. ഇനി ഞാൻ ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് ഇതിൽ നിന്ന് ഈ 3 ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അതേ 3 പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി ഇതിനെ എക്സ് ഇൻറ്റു 1/2 എക്സ് ബൈ 2 എക്സ് മൈനസ് എക്സ് ബൈ 2 എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1/4 മൈനസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് എന്ന് വരും. ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ ബൈ 2നെ 1/2 എന്നാക്കി പുറത്തേക്ക് എഴുതി ഡി എക്സ്. ഇനി ഇതിനെ വീണ്ടും 3 പുറത്തേക്ക് എഴുതി. ഈ എക്സ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ 1/4 ഇൻറ്റു 1/2 പറഞ്ഞാൽ 1/8 ആണ്. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. 1 ഇൻറ്റു 1/2 പറഞ്ഞാൽ 1 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ 2 ആണ്. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/2 പറഞ്ഞാൽ മൈനസ് ഇല്ല, അത് പ്ലസ് ആണ്. പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇതിൽ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എക്സ് സ്ക്വയർ ബൈ 2 നിന്ന് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് 1 എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 എക്സ് സ്ക്വയർ വരും. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. മൈനസ് 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 എന്ന് വരും. എക്സ് സ്ക്വയർ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/8 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഇല്ല, അപ്പൊ എക്സ് ചേർത്ത് കൊടുക്കണം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ഈ 2 അവിടെ ഉള്ളതാണ്. ഇനി 1/2 എന്നുള്ള ലിമിറ്റ് കൊടുത്ത് എക്സ് കാണു കൊടുത്ത്, അപ്പൊ 3 ഇൻറ്റു 1/2 1/8 ഇൻറ്റു 1/2 എന്ന് ഇവിടെ വരും. ഇവിടെ 1/6 ആൾറെഡി ഉള്ളതുകൊണ്ട് അത് ആദ്യം എഴുതി. എക്സ് ക്യൂബിന് 1/2 കൊടുത്താൽ 1/8 എന്ന് വരും. ഇതിനെ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1/8 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ 1/8 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടുന്നത്. അടുത്തത് നമുക്ക് കാണാനുള്ളത് ഈ മ്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് എന്താണെന്നുള്ളതാണ്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് എഫ് എക്സ് എക്സ് ഡി എക്സ് എക്സ് ഇൻറ്റു 3/2 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് എഫ് എക്സ് എക്സ് ഡി എക്സ് അതിന് എക്സ് ഇൻറ്റു 3/2 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പറഞ്ഞാൽ 3/2 എക്സ് 3/2 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പറഞ്ഞാൽ 3/2 എക്സ് ക്യൂബ് എന്ന് വരും ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ 3/2 അവിടെ തന്നെ ഇട്ട് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 3/2 കോൺസ്റ്റന്റ് ആണ്. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4/4 0 to 1. ഇനി ഇതിന് 1 ലിമിറ്റ് കൊടുത്താൽ അത് 1/2 ആയി. ഇവിടെ 1/4 ആയി. അപ്പൊ അത് 1/2 1/4 കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 3/2 കിട്ടും. 3/8 എന്ന് കിട്ടും. അതാണ് ഇത് 3/8. ഇതേപോലെ തന്നെ ഇ ഓഫ് വൈയും നമുക്ക് ഇതേപോലെ തന്നെ അതും ചെയ്യുക. അതും നമുക്ക് 3/8 എന്ന് കിട്ടും. ഇനി ഇ ഓഫ് എക്സ് വൈ എന്താണെന്നുള്ളതാണ് അടുത്തത് കാണാനുള്ളത്. ഇ ഓഫ് എക്സ് വൈ പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ലിമിറ്റ് നമ്മൾ നേരിട്ട് എക്സിന്റെ വാല്യൂ കൊടുക്കണം. രണ്ടാമത് നമുക്ക് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് വരും. അത് എങ്ങനെയാണ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ്? വൈന്റെ സ്റ്റാർട്ടിംഗ് 0 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് വൈ കൂടെ 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇതിനെ ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. വീണ്ടും ഇതിനെ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x സ്ക്വയർ y എന്ന് കിട്ടും. ഇത് 3x y സ്ക്വയർ എന്ന് കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 3x സ്ക്വയർ ഇൻറ്റു y-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ y സ്ക്വയർ ബൈ 2 ഇന്റർവെൽ നമ്മൾ 0 to 1 മൈനസ് എക്സ് അത് ഇവിടെ എഴുതി. ഇതിനെ 3x കോൺസ്റ്റന്റ് ആണ്, y-നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ y ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. 0 to 1 മൈനസ് എക്സ്. ഇനി y കാണുന്നിടത്തൊക്കെ 1 മൈനസ് എക്സ് കൊടുക്കുക. ഇവിടെ അതേ 1 മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതാം. ഇവിടെ 3x അതുപോലെ തന്നെ എഴുതി. y ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്ത് 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്ന് എഴുതി. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേംസ് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതിൽ x ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കോമൺ ആണ്. x ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ x ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് ബാക്കി വരുന്നത് ഇതിൽ x പോയി കഴിഞ്ഞാൽ ഇതിലൊരു x ഉണ്ടാവും. x-ഉം 3 ഉണ്ടാവും. ഒരു ബൈ 2 ഉണ്ടാവും. അപ്പൊ 3/2 x ആണ് ഇതിൽ ബാക്കി വരുന്നത്. ഇതിൽ എക്സ് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഒരു 1 മൈനസ് എക്സ് ബാക്കി ഉണ്ടാവും. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്ത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം വെച്ച് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോം വെച്ച് എഴുതി. ഇനി 3/2 എക്സിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 3/2 നിന്ന് 1 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പൊ 1/2 എക്സ് എന്ന് വരും. ഇത് പ്ലസ് 1 വരും. ഇനി ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഇതിനെ മാത്രം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെ കിട്ടും. ഇതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് ബൈ 2 പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ഇൻറ്റു 1 പറഞ്ഞാൽ എക്സ്. പിന്നെ അടുത്തത് എക്സ് ഇൻറ്റു 1 ആണ് ഇവിടെ വരിക. എക്സ് ഇൻറ്റു 1 എക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് കിട്ടും. ഞാൻ ആദ്യം എക്സ് ബൈ 2 എഴുതിയിരുന്നത് തെറ്റാണ്. എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇവിടെ കിട്ടുക.
ഇനി -2 ഇത് ഇൻറ്റു 2x² ഇൻറ്റു x/2. അപ്പൊ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ -x² എന്ന് വരും ഇവിടെ. -x² ഇൻറ്റു x പറഞ്ഞാൽ -x³ കിട്ടും. -2x² ഇൻറ്റു 1 പറഞ്ഞാൽ -2x² കിട്ടും. പ്ലസ് x³ ഇൻറ്റു x പറഞ്ഞാൽ x⁴/2 എന്നുണ്ടാവും. ഇനി x³ പ്ലസ് 1 ഇൻറ്റു 1 പറഞ്ഞാൽ x³ എന്ന് വരും. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x³/3 ഇവിടെ 2 ഉണ്ട്, അത് അങ്ങനെ എഴുതി. ഇവിടെ x²/2 ഇവിടെ -x⁴ ഇത് പോയി, അത് ഉണ്ടാവും. ഈ രണ്ടും വെട്ടിപ്പോയി, അത് ഉണ്ടാവില്ല. ഇനി -2 ഇൻറ്റു x⁵3/3 ഇവിടെ x⁵5/5 ഇൻറ്റു 2 അവിടെ ഉണ്ട്. ഇനി 1 കൊടുത്താൽ x കാണുന്നിടത്തൊക്കെ 1 കൊടുത്താൽ മതി. അപ്പൊ 1/3 ഇൻറ്റു 2 6 പ്ലസ് 1/2 -2/3 പ്ലസ് 1/10 വരും. ദിസ് ഈക്വൽ ടു 1/10. ആ ആൻസർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ 1/10 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കോവേരിയൻസ് ഓഫ് xy ഈക്വൽ ടു e(xy) മൈനസ് e(x) ഇൻറ്റു e(y) എന്ന് പറഞ്ഞാൽ 1/10. ഇത് 1/10 ആണ്. -3/10 3/8 ഈക്വൽ ടു -13/320 എന്ന് കിട്ടും. ദിസ് ഇസ് വാട്ട് അബൌട്ട് ദി 5th പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.